ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ കുറച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാരീനെ സെറ്റാക്കാൻ പോവുക. എൻ്റെ ചാനൽ കാണുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഞാനും ഇല്ലത്ത് താഴെയുള്ള ശക്തംകുളങ്ങര എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, അതുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. സോ അവിടുത്തെ പൂജാരിനെയാണ് വിളിക്കാനായിട്ട് പോകുന്നത്. വരുമായിരിക്കും, പറയില്ല. മൂപ്പര് കല്യാണത്തിനൊക്കെ പോവാച്ച പോകുന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് മൂപ്പര് നമ്പൂരിനെ ക്ഷണിക്കണം. കല്യാണത്തിന് ഡേറ്റൊക്കെ പറഞ്ഞിട്ട് ക്ഷണിക്കണം. എന്നിട്ട് മറ്റേ നമ്മുടെ കബഡി നിർത്തില്ലേ, അതും ഒന്ന് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പോവാണ്. ചെറിയ ജലദോഷമുണ്ട് ഗൈസ്. അപ്പോൾ പോവാം. എല്ലാവരും കുളിച്ച് കുറിയൊക്കെ തൊട്ട് കുട്ടപ്പനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഹരി ഓം. ഓക്കെ, ബൈ. അതിൻ്റെ കൂടെ അപ്പവും കൂടി ജോയിൻ ചെയ്യും. അപ്പൂൻ്റെ പെങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഓൺ ദ വേ ടു ഹോം ഹീസ്. അപ്പോൾ അവനെ കൂടണം. കൂട്ടിയിട്ട് നമ്മൾ നേരെ ടെമ്പിളിൽ പോകും. ഓക്കെ, ബൈ. ഹലോ, എങ്ങനെയാണ്? നേരെ അമ്പലത്തിൽ പോവല്ലേ ഗൈസ്? അപ്പം ഞങ്ങളിത് ഇവിടെ അമ്പലത്തിലെത്തി. ഇനി പോയിട്ട് പൂജാരിൻ്റെ അടുത്ത് ചോദിക്കണം അല്ലേ? അപ്പൂസ് കയറുന്നില്ല, ഞാൻ മാത്രം അല്ല. കുളിച്ചിട്ടില്ല ഗൈസ്, അപ്പോൾ കുളിച്ചിട്ടില്ല. ഞാൻ പോട്ടെ, അമ്മ അച്ഛനും കയറിയിട്ടുണ്ട്. സോ ഞാൻ പോയിട്ട് വരാം. അതുവരെ അപ്പൂ ഇവിടെ പോസ്റ്റ് അല്ലേ? അപ്പോ അമ്പലത്തിലെ പൂജാരിക്ക് സൺഡേ ഗുരുജി പൂജയുണ്ട്. സോ ഹീ കാൺ കം. ഈ വേറെ തപ്പണം. അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു പൂജാരി. ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പോൾ വേറൊരു ദിവസം പിന്നെയും പൂജാരീനെ തപ്പി ഇറങ്ങണം. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു മൂപ്പര് തന്നെ വേണമെന്ന്. ബട്ട് കുഴപ്പമില്ല, നല്ല പൂജാരി, അത് എനിക്കിഷ്ടമാണ്. സാരമില്ല, അത് സൺഡേ, ചൊവ്വാഴ്ച, അങ്ങനെ ഏതൊക്കെയോ ദിവസങ്ങളിൽ മൂപ്പർക്ക് ഗുരുജി പൂജയുണ്ട്. അപ്പം നമ്പൂരിക്ക് വരാൻ കഴിയില്ല ആ ദിവസം. സോ നമ്മൾ പുതിയ ആളെ തപ്പണം. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ സൈഡായി ജലദോഷമൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ വേറൊരു ദിവസം പോയിട്ട് തപ്പാം. സോ വേറെ ദിവസം കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാനുണ്ട്, ഡാഡി കൂളുണ്ട്, കാണുന്നുണ്ടായിരിക്കില്ലേ? സോ ഇപ്പം എന്തിനാ വണ്ടി കയറി ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ പൂജാരീനെ ബുക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. എൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് നമ്മളൊരു പൂജാരീനെ ഉദ്ദേശിച്ചായിരുന്നു. ഇല്ലത്ത് താഴെ അമ്പലത്തിൻ്റെ ആരായിരുന്നു വെച്ചാൽ അത് അല്ല, എൻ്റെ ഏട്ടൻ കാണിച്ചു തന്നൊരു നമ്പൂതിരിക്ക് അന്ന് വരാൻ പറ്റിയില്ല. അതിന് പകരം മകനെ വിട്ടു. സോ ആ മകനെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോഴേക്കും ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയതാണ്. ആൻഡ് ദെൻ അതിന് ശേഷം നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും. ടെമ്പിൾ ഷൂട്ടിൻ്റെ ഡ്രസ്സ് അന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും. അത് കൊയിലാണ്ടിയുള്ള ഒരു ഹിന്ദിക്കാരൊക്കെ ചേച്ചിയാണോ? ഓക്കെ, അവിടെ ഹിന്ദിക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് പയ്യോളി ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് അവർ കുളമാക്കി തന്നു. അപ്പോൾ തലേന്ന് വൈകുന്നേരം ഇവരാണ് എനിക്ക് ശരിയാക്കി തന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസമുള്ളത് കാരണം അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഡ്രസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ഹിന്ദു ബ്രൈഡ്സ് എൻഗേജ്മെൻറ്റിന് ഇടുന്നില്ലേ, ഡബിൾ ഷെയ്ഡിൽ വരുന്ന സ്കേർട്ടും ബ്ലൗസും ഷോളും. സാധാരണ നമ്മുടെ നാട്ടിലെ കസവ് ഒഴിവാക്കി അതിന് പകരം 2 ഷെയ്ഡിൽ വരുന്ന സ്കേർട്ടും ബ്ലൗസുമാണ്. അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. ഡാഡി ഈസ് ഹിയർ.
ഡു യു ഹാവ് എനിത്തിങ് ടു സേ? അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോട്ടെ. ആദ്യം നമുക്ക് നമ്പൂതിരിനെ കിട്ടുമെന്ന് നോക്കാം. എൻ്റെ കല്യാണം തുടങ്ങിയ സമയം മുതൽ ഓരോന്നിനു വേണ്ടി പോകും, ഓരോന്നും മുടങ്ങും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്രാവശ്യം പോയി നോക്കാം. ആദ്യം നമ്മൾ വേറൊരു ഇല്ലത്ത് താഴെയുള്ള ശക്തംകുളങ്ങര ക്ഷേത്രത്തിലെ പൂജാരിനെയായിരുന്നു വിചാരിച്ചത്. മൂപ്പർക്ക് സൺഡേ ആയത് കാരണം ഗുരുതി പൂജയുണ്ട്. അപ്പോൾ നമ്പൂരിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ആൾ ഇത് ഒഴിവായിട്ടുണ്ട്, അടുത്ത ആൾ അങ്ങനെ പോകും. സോ യാ, എനിവേസ് നമുക്ക് പോയി വരാം. ലെറ്റ്സ് ഗോ. യെസ്, ലെറ്റ്സ് ഗോ. നല്ല സ്ഥലം. ഇപ്പോഴാണ് കാട്ടിലേക്ക് പോകുക ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിവിടെ എത്തിയതൊരു ഇല്ലം പോലത്തെ സ്ഥലം. ഇല്ലമാണ്, ഇല്ലം പോലത്തെ ഇല്ലം തന്നെ. എന്നാ ഇല്ലമാണ്. ഇനി ഇവിടെ പോയിട്ട് മൂപ്പരെ നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് സാധനം കിട്ടി, ചാർട്ട് കിട്ടി. കുറച്ച് നേരത്തെയാണ്. പിന്നെ ജനുവരി 11th അവർ ജനുവരി 20 വിചാരിച്ചു. കുഴപ്പമില്ല, നമ്മൾ ചാർട്ടൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരണ്ടല്ലോ, സമയമാകുമ്പോൾ വിളിച്ചാൽ പോരെ. യെസ്, അപ്പോൾ ഇനി ആദ്യമായിട്ടൊരു കാര്യം ഫസ്റ്റ് റൗണ്ടിൽ റെഡിയാവുന്നു. അല്ല, ഇത് സെക്കൻഡ് റൗണ്ട്. അതിന് മുന്നേ ഒരു പ്രാവശ്യം വേറൊരു പൂജാരിനെ തപ്പിപ്പോയിട്ടുണ്ട്. ഈ പൂജാരി തന്നെയായിരുന്നു വേണമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു നോക്കി, പക്ഷെ അത് റെഡിയായില്ല. എനിവേസ്, ഇത് നല്ലതായിട്ട് നടന്നു അല്ലേ? ആദ്യമായിട്ട് കല്യാണത്തിൻ്റെ ഒരു പരിപാടി വരെയൊക്കെ നടക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനും ഈ നമ്പൂരി തന്നെയായിരുന്നു. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ.